In this section, we are going to have a brief discussion on the problems of fatigue loading. Okay, so we already discussed the fatigue loading problems in the online session, but many of the students having some doubts in some problems. So ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് എല്ലാ ടൈപ്പിലെ പ്രോബ്ലംസിലും ഇമ്പോർട്ടൻസ് ടൈപ്പ് പ്രോബ്ലംസിൽ ഓരോരോ പ്രോബ്ലംസ് ഞാൻ എടുത്ത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ക്ലാസ് മിസ്സായ ആൾക്കാർക്കും പിന്നെ സപ്ലിമെൻ്ററി എക്സാംസ് എഴുതാൻ വേണ്ടി ക്ലാസ് കയറാൻ പോകാൻ പറ്റാത്ത ആൾക്കാർക്കും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഈ വീഡിയോസ് മാക്സിമം കണ്ട് നമ്മുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യണമെന്ന് പറയുന്നു. ഓക്കെ, ക്വസ്റ്റ്യൻ തുടങ്ങാം. എ കോൾഡ് ഡ്രോൺ സ്റ്റീൽ ബാർ to withstand a tensile preload of 36.3 kN, a fluctuating tensile load varies from 0 to 76.5 kN. The bar has a geometric stress concentration factor of 2.02 corresponding to a fillet whose radius is 44.75 mm. Determine the size of the bar for infinite life and factor of safety of 2. The material properties are sigma yp is equal to 9 Newton per millimeter square and sigma ut is equal to 700 Newton per millimeter square. So preload is, first one is given, it is preloaded. How much the preload? 7 F is equal to 36.3 kilonewton. That's 36.3 into 10 raised to 3 Newton. So preloaded means it is static stress. Okay, it is not varying. That stress is remains constant. ടൈം ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ആ സ്ട്രെസ് വേരി ചെയ്യുന്നില്ല. പ്രീ ലോഡഡ് സ്ട്രെസ് ഈസ് ഓൾവേസ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. പിന്നെ ഏതാണ് വേരി ചെയ്യുന്നത്? ടെൻസൈൽ ലോഡ് വിച്ച് വേരി ഫ്രം 0 to 72.6. അപ്പോൾ ടെൻസൈൽ ലോഡ് വേരി ചെയ്യുന്നു 0 മുതൽ 72.6 വരെ. ഓക്കെ, ബാറിൻ്റെ ജോമെട്രിക്കൽ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ KT ഈസ് ഗിവൺ 2.02 ആണ് തന്നിരിക്കുന്നത്. നെക്സ്റ്റ് ദ നോച്ച് റേഡിയസ് തന്നിട്ടുണ്ട്. നോച്ച് റേഡിയസ് 4.73 തന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് വി നീഡ് ടു ഫൈൻഡ് ഡയമീറ്റർ ആണ് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ തന്നിട്ടുള്ളത് ഫാക്ടർ ഓഫ് സേഫ്റ്റി 2 ആണ്. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് സിഗ്മ YP തന്നിട്ടുണ്ട്. പിന്നെന്താണ് തന്നിരിക്കുന്നത്? സിഗ്മ UT, അൾട്ടിമേറ്റ് ടെൻസൈൽ സിഗ്മ UT, ഇത്രയും തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഏത് ക്രൈറ്റീരിയ ആണ് ഉപയോഗിക്കേണ്ടതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് സ്റ്റീൽ ബാറാണ്. സ്റ്റീൽ ബാർ എന്ത് മെറ്റീരിയലാണ്? ഡക്റ്റൈൽ മെറ്റീരിയലാണ്. അത് മാത്രമല്ല ഇവിടെ നമുക്ക് ഈൽഡ് പോയിൻ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏത് ഫോർമുല ഉപയോഗിക്കണം? സോഡർബർഗ് ക്രൈറ്റീരിയ. സോഡർബർഗ് ക്രൈറ്റീരിയ ഏത് ഇക്വേഷൻ, ഇത് എവിടെ നിന്ന് എടുക്കണം? ഡേറ്റ ബുക്കിനകത്ത് ഏത് ഇക്വേഷനാണെന്ന് ഞാൻ കാണിച്ചു തരാം. പേജ് നമ്പർ 25. ഓക്കെ, പേജ് നമ്പർ 25 അതാണ്ട് ഈ ഇക്വേഷനാണ് എടുക്കേണ്ടത്. നമുക്ക് സോഡർബർഗിൻ്റെ ഇക്വേഷനാണ് വേണ്ടത്. സോഡർബർഗ് ഡക്റ്റൈലാണ്. അപ്പോൾ 2.21C അത് ഈ ഇക്വേഷൻ KTF സിഗ്മ A ഡിവൈഡ് ബൈ ABC ഈ സിഗ്മ EN പ്ലസ് സിഗ്മ M ബൈ സിഗ്മ YP ഈസ് ഈക്വൽ ടു 1/n. ഈ ഇക്വേഷനാണ് നമുക്ക് എടുക്കേണ്ടത്. ഈ ഇക്വേഷൻ നമ്മൾ ആദ്യം എന്താണ് നമ്മുടെ ബുക്കിനകത്തോട്ട് എടുത്ത് എഴുതുക. ഓക്കെ, ആ ഇക്വേഷനാണ് ഇവിടെ എടുത്തെഴുതി. ആ ഇക്വേഷനകത്ത് എന്തൊക്കെ നോൺ ഉണ്ട്, എന്തൊക്കെ അൺനോൺ ആണെന്ന് കണ്ടുപിടിക്കുക. N അറിയാം, വി നോ ഫാക്ടർ ഓഫ് സേഫ്റ്റി. KTF നമുക്ക് അറിയത്തില്ല, കണ്ടുപിടിക്കണം. സിഗ്മ A അറിയത്തില്ല, കണ്ടുപിടിക്കണം. സിഗ്മ M അറിയത്തില്ല, കണ്ടുപിടിക്കണം. സിഗ്മ YP അറിയാം അല്ലേ, സിഗ്മ EN അറിയത്തില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയത്തില്ല. ABC അറിയത്തില്ല. അപ്പോൾ നമുക്ക് ആദ്യമേ എന്ത് കണ്ടുപിടിക്കാം? സ്റ്റാറ്റിക് ലോഡിങ് സ്ട്രെസ് എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ. നമുക്ക് എത്ര തന്നേക്കുന്നത്? ഫോഴ്സ് 336.3 into 10⁻³ ഡിവൈഡ് ബൈ ഏരിയ എന്താ? π/4 d². സർക്കുലർ ക്രോസ് സെക്ഷനാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് ഇത്രയും കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? മീൻ സ്ട്രെസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. മീൻ സ്ട്രെസ്സിൻ്റെ ഫോർമുല എന്താ? സിഗ്മ മീൻ ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ. മീൻ ഫോഴ്സിൻ്റെ ഫോർമുല എന്താണ്? മീൻ ഫോഴ്സ് എന്ന് പറയുമ്പം Fmax പ്ലസ് Fmin ഡിവൈഡ് ബൈ 2. ഇവിടെ Fmax എത്രയാണ്? Fmax തന്നിട്ടുണ്ട് 72.6. Fmin എത്രയാണ്? 0 ആണ്. അപ്പോൾ Fmax അറിയാം, Fmin അറിയാം. നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? മീൻ ഫോഴ്സ് കിട്ടും. ആ മീൻ ഫോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ
ആ മീൻ ഫോഴ്സ് നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കുക, സിഗ്മ എമ്മിൻ്റെ വാല്യൂക്കകത്ത് ഇട്ട് കൊടുക്കുക. മീൻ ഫോഴ്സ് കിട്ടി, മനസ്സിലായില്ലേ? ആ മീൻ ഫോഴ്സ് എങ്ങോട്ട് ഇട്ട് കൊടുക്കുക? ഇവിടെ ഇട്ട് കൊടുക്കുക. ഏരിയയുടെ വാല്യൂ എന്തുവാ? ഏരിയയുടെ വാല്യൂ നമ്മൾ π/4 d² എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എന്തോ കണ്ടുപിടിക്കാം? സിഗ്മ എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. സിഗ്മ എമ്മിൻ്റെ വാല്യൂ എന്ത് വരും? ഇങ്ങനെ വരും. അടുത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സിഗ്മ എ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സിഗ്മ എ എന്ന് പറയുമ്പോഴത്തേന് നമുക്ക് എന്ത് പറയാം? സിഗ്മ എ = ആൾട്ടർനേറ്റിംഗ് ഫോഴ്സ് ബൈ ഏരിയ. ആൾട്ടർനേറ്റിംഗ് ഫോഴ്സിൻ്റെ ഫോർമുല എന്താണ്? Fmax - Fmin / 2. ഇതൊക്കെ ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്. ഇതൊക്കെ ഈ ഇക്വേഷൻസൊക്കെ അതൊരു ഡൗട്ട് എവിടെയാണ് കിടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ പേജ് നമ്പർ റെഫർ ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ എഫ് എയും കിട്ടി. അവിടുന്ന് നമുക്ക് എന്ത് എടുക്കാം? ഏരിയ എന്ത് കൊടുക്കണം? π/4 d² ഇട്ട് കൊടുക്കണം. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? സിഗ്മ എയും കിട്ടും. അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടും? സിഗ്മ എം കിട്ടി, സിഗ്മ എ കിട്ടി. നെക്സ്റ്റ് എന്താണ്? KTF കണ്ടുപിടിക്കണം. KTFിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. പേജ് നമ്പർ 2.21 2.5 ഇക്വേഷൻ. KTF = 1 + Q × KT - 1. ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? Q തന്നിട്ടില്ല, പകരം എന്ത് തന്നിട്ടുണ്ട്? നോച്ച് റേഡിയസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പേജ് നമ്പർ 46 എടുക്കുക. പേജ് നമ്പർ 46 ഒരു ഫിഗർ ഉണ്ട്, 2.31 എന്നൊരു ഫിഗർ ഉണ്ട്. ആ ഫിഗറിന് റേഡിയസ്, അതായത് നമ്മുടെ നോച്ച് റേഡിയസ് തന്നിട്ടുണ്ട്. മുകളിൽ എന്താ കൊടുത്തിട്ടുള്ളത്? വൈ ആക്സിൽ നമുക്ക് നോച്ച് സെൻസിറ്റിവിറ്റി തന്നിട്ടുണ്ട്. അതിനകത്ത് നോച്ച് റേഡിയസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമുക്ക് നോച്ച് സെൻസിറ്റിവിറ്റി എടുക്കണം. അപ്പോൾ അതിനകത്തൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ഏത് കർവ് എടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ അതിനകത്ത് കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഒന്നും നമുക്ക് ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നോക്കി? ക്വസ്റ്റ്യൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? സ്റ്റീലാണ് കോൾഡ് വർക്ക് ഇടാന്ന് പറഞ്ഞിട്ടുണ്ട്. കോൾഡ് വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് സ്റ്റീലാണ് എടുക്കേണ്ടത്? അനീൽഡ് സ്റ്റീലാണ് എടുക്കേണ്ടത്. ഓക്കെ, കോൾഡ് വർക്ക് എന്ന് പറയുമ്പോൾ അനീൽഡ്, ഹോട്ട് വർക്ക് എന്ന് പറയുമ്പോൾ കൊഞ്ചിഡ് സ്റ്റീലാണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ കോൾഡ് വർക്ക്, അപ്പോൾ അതിനകത്ത് അനീൽഡ് സ്റ്റീലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമുക്ക് നോച്ച് റേഡിയസിന് കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് ഒരു കർവ് ഉണ്ട് 46-നകത്ത്. ഇവിടെ നോച്ച് റേഡിയസ്, ഇവിടെ ക്യൂവ്, പിന്നെ 3 കർവുണ്ട്. ഇങ്ങനെ ഒരു അലൂമിനിയത്തിൻ്റെ കർവ്, പിന്നെ സ്റ്റീൽ അനീലിങ്ങിൻ്റെ കർവ്, പിന്നെ സ്റ്റീൽ കൊഞ്ചിൻ്റെ കർവ്. നോച്ച് റേഡിയസ് അനീലിങ്ങിൻ്റെ കർവായിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യൂ നമ്മൾ കണ്ടുപിടിക്കുക. അങ്ങനെ ക്യൂ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് അവിടുത്തെ ക്യൂ കിട്ടിയത് 0.96 ആണ്. ആ 0.96ൻ്റെ വാല്യൂ നമ്മൾ ഇതിനകത്ത് ഇട്ടെടുക്കുക. പിന്നെ KTയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കിട്ടും? KTFിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് ലോഡ് ഫാക്ടർ, നമ്മൾ കുറേ തവണ പറഞ്ഞിട്ടാണ്. ലോഡ് ഫാക്ടർ നമുക്ക് എന്ത് ടൈപ്പ് ഓഫ് ലോഡിംഗ് ആണ്? ആക്സിൽ ലോഡിംഗ്, ടെൻഷനാണ് അല്ലേ? ടെൻഷനാണ്. അപ്പോൾ നമുക്ക് പേജ് നമ്പർ 24-നകത്ത് കിടപ്പുണ്ട്. ആക്സിൽ ലോഡിങ് 0.721 എന്നാണ്. അപ്പോൾ അതിൻ്റെ ആവറേജ് എടുക്കണം. ആവറേജ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എയുടെ വാല്യൂ 0.85 കിട്ടും ഇല്ലേ? ബിയുടെ വാല്യൂ നമുക്ക് തന്നിട്ടില്ല. ഓക്കെ, ഇവിടെ 1 ആണ് അസ്യൂം ചെയ്തേക്കുന്നത്. പക്ഷേ നമ്മൾ പ്രോബ്ലം ചെയ്തപ്പം 0.85 എടുത്ത് അസ്യൂം ചെയ്തത്. അപ്പോൾ നമ്മൾ അത് തന്നെ എടുത്താൽ മതി. ബിയുടെ വാല്യൂ എത്ര തന്നെ എടുത്താൽ മതി? 0.85 എടുത്താൽ മതി. നമ്മൾ പഠിച്ചത് 0.85 എടുത്തിട്ടാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ എയുടെ വാല്യൂ 0.85 എടുത്ത്, ബിയുടെ വാല്യൂ തന്നിട്ടില്ല. അതുകൊണ്ട് ബിയുടെ വാല്യൂ നമുക്ക് 0.85 തന്നെ എടുത്ത് ചെയ്യാം. അടുത്ത സിയുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? സിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് എഗെയിൻ പേജ് നമ്പർ 46 എടുക്കുക. പേജ് നമ്പർ 46-നകത്ത് പേജ് നമ്പർ 46-നകത്ത് ഒരു ഗ്രാഫ് ഉണ്ട്. എക്സ് ആക്സിസിൽ അൾട്ടിമേറ്റ് ടെൻസൈൽ ഉണ്ട്, വൈ ആക്സിസിൽ സർഫസ് ഫിനിഷ്. ഇപ്പോൾ ഈ ഫിഗറിനകത്ത് നമുക്ക് എന്ത് ടൈപ്പ് പറഞ്ഞിട്ടുണ്ട്? കോൾഡ് ഡ്രോണാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഒന്നും തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് സാധാരണയായിട്ട് സി അല്ലെങ്കിൽ ഡി, ഇതിനകത്ത് ഏത് കർവ് വേണമെങ്കിലും എടുക്കാം. ഓക്കെ, ഏത് കർവാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ആൻസറിനകത്ത് മെൻഷൻ ചെയ്യണം. ഇപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് ഡി എന്ന് പറഞ്ഞ കർവാണ്, റഫ് ഫിനിഷ്ഡ് കർവാണ്. വിത്ത് ഷാർപ്പ് സർക്കുലർ ഗ്രൂവാണ്. ഇപ്പോൾ കൂടുതലും പ്രോബ്ലത്തിനകത്ത് എടുക്കുന്നത് റഫ് ഫിനിഷ്ഡ് കർവാണ് കൂടുതലും പ്രോബ്ലത്തിനകത്ത് എടുക്കുന്നത്. അതല്ല ക്വസ്റ്റ്യനകത്ത് എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റഫ് ഫിനിഷ്ഡ് കർവ് എടുക്കുക. അതല്ല ഒന്നും എടുത്ത് പറഞ്ഞിട്ടില്ലെന്നുണ്ടെങ്കിൽ ഷാർപ്പ് സർക്കുലർ ഗ്രൂവ് കർവ് എടുക്കുക. ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു പേജ് നമ്പർ 46-നകത്ത് ഗ്രാഫിൽ നോക്കുമ്പോൾ പേജ് നമ്പർ കർവ് ഡി ആണ് ഇവിടെ എടുത്തേക്കുന്നത്. കർവ് ഡിക്കാണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിയുടെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി നമുക്ക് എൻഡൂറൻസ് ലിമിറ്റിൻ്റെ ഒരു ഫോർമുല ഉണ്ട്. എൻഡൂറൻസ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയത്തില്ല, സിഗ്മ ഇ എന്ന്. ആ ഫോർമുല നമുക്ക് ഞങ്ങളുടെ ഡേറ്റാ ബുക്ക് കിടപ്പുണ്ട്, ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഉണ്ടോ? എൻഡൂറൻസ് ലിമിറ്റ് ഏത് പേജ് നമ്പറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേജ് നമ്പർ 23. ഓക്കെ, പേജ് നമ്പർ 23-കകത്ത്
ഉണ്ടോ പേജ് നമ്പർ 23 എൻഡുറൻസ് ലിമിറ്റിനെയും അൾട്ടിമേറ്റ് റെസിസ്റ്റൻസിനെ ഇവിടെ കണക്ട് ചെയ്യുന്നൊരു ഫോമുലുണ്ട്. സ്റ്റീലല്ലേ നമ്മുടെ മെറ്റീരിയൽ. അപ്പോൾ എൻഡുറൻസ് ലിമിറ്റ് = 1/2 to 5/8 സിഗ്മ യു എന്നാണ്. നമ്മൾ ഫസ്റ്റ് വാല്യൂ എടുക്കുക. ഫസ്റ്റ് വാല്യൂ എന്താ 1/2 × സിഗ്മ യു. ഇപ്പോൾ സിഗ്മ EN = 1/2 × സിഗ്മ യു എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ENൻ്റെ വാല്യൂ അവിടെ നിന്ന് കിട്ടും. അപ്പോൾ എൻഡുറൻസ് ലിമിറ്റിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ വാല്യൂസും കൂടെ നമ്മൾ സോഡർബർഗിൻ്റെ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇത് എല്ലാ വാല്യൂസും എടുക്കുമ്പോൾ നമ്മുടെ ഡയമീറ്റർ മാത്രമേ അൺനോൺ ഉള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഡയമീറ്ററിൻ്റെ വാല്യൂ അവിടെ കിട്ടും. ഇങ്ങനെയാണ് ഇത് വൺ ഓഫ് ദി സിംപിളസ്റ്റ് പ്രോബ്ലമാണ്. അപ്പോൾ ഇതിനകത്ത് സോഡർബർഗിൻ്റെയും ഗുഡ്മാൻ്റെയും പിന്നെ അതിൻ്റെ കോമ്പിനേഷനുള്ളതും എല്ലാം കൂടെ ചേർത്ത് ഞാനൊരു വരുന്ന വീഡിയോസിനകത്ത് ഓരോരോ പ്രോബ്ലംസായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിടാം. അപ്പോൾ എല്ലാവരും കാണുക, കണ്ടിട്ട് ചെയ്ത് നോക്കുക. ആൻസർ കിട്ടുന്നില്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ കാണാം. ബൈ.